രാജ്യത്ത് വിവിധയിടങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ഡിസൈൻ രംഗത്തെ വിവിധ സ്പെഷ്യലൈസേഷനോടുകൂടി BD കോഴ്സുകളിലേക്ക് ഇപ്പോൾ പ്രവേശനത്തിന് അവസരം തുറന്നിടുകയാണ്. 2025-2026 അധ്യയന വർഷത്തിലേക്കുള്ള കോഴ്സ് പ്രവേശനത്തിനാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 3. അഹമ്മദാബാദ്, ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ആസാം എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന NIDകൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരമാണിത്. NIDകളിലെ എല്ലാ പ്രോഗ്രാമുകളിലേക്കുമുള്ള പ്രവേശനം ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുടെ 2 ഘട്ടങ്ങളിലെ വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. DAT പ്രിലിംസും DAT മെയിൻസും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ഡിസംബർ 3. ഡിസംബർ 4 മുതൽ 9 വരെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. DAT പ്രിലിംസിന്റെ അഡ്മിറ്റ് കാർഡുകൾ ഡിസംബർ 24 ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പ്രിലിംസ് എക്സാം നടക്കുന്നത് 2025 ജനുവരി 5 ഏപ്രിൽ 1 റിസൾട്ടും പ്രഖ്യാപിക്കും. മെയിൻസ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡുകൾ ഏപ്രിൽ 14 ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷ നടക്കുക 2025 ഏപ്രിൽ 26 മുതൽ മെയ് 4 വരെയുള്ള ഏതെങ്കിലും തീയതികളിലായിരിക്കും. റിസൾട്ട് മെയ് 16 പ്രസിദ്ധീകരിക്കും. ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇനി പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്നിവയാണ് ആ മാനദണ്ഡങ്ങൾ. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള ഏജ് ലിമിറ്റ് ബാധകമായിരിക്കും. 2024-2025 അധ്യയന വർഷത്തിൽ +2 പാസ്സായവർക്കും പരീക്ഷ എഴുതുന്നവർക്കും ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. സയൻസ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിങ്ങനെ ഏത് സ്ട്രീമിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. NIDയിലേക്കുള്ള കാറ്റഗറി വൈസ് റിസർവേഷൻ സീറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. NID അഹമ്മദാബാദിൽ 125, ആന്ധ്രാപ്രദേശ് 75, ഹരിയാന 75, മധ്യപ്രദേശ് 75, അസം 75 എന്നിങ്ങനെയാണ് ആകെ സീറ്റുകൾ. ഇതിൽ ജനറൽ EWS 10%, OBC NCL 27%, SC 15%, ST 7.5% എന്നിങ്ങനെയാണ് റിസർവേഷൻ വരുന്നത്. കാറ്റഗറി വൈസ് ആപ്ലിക്കേഷൻ ഫീ കൂടി നമുക്കൊന്ന് നോക്കാം. ജനറൽ EWS OBC NCL വിഭാഗക്കാർക്ക് 3000 രൂപയും, കൂടാതെ SC ST, ജനറൽ PWD, ജനറൽ EWS PWD, OBC NCL PWD, SC PWD, ST PWD വിഭാഗക്കാർക്ക് 1500 രൂപയുമാണ് ഫീസ്. ആപ്ലിക്കേഷൻ ടൈമിൽ അപ്ലോഡ് ചെയ്യേണ്ട ചില ഡോക്യുമെന്റ്സ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, 10-12 ക്ലാസ്സുകളിലെ മാർക്ക് ലിസ്റ്റ്, +2 റിസൾട്ട് വരാത്തവരാണെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയതും രക്ഷകർത്താവ് സാക്ഷ്യപ്പെടുത്തിയതുമായ സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം. അതുപോലെ തന്നെ കാറ്റഗറി വൈസ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടവർ അതും അപ്ലോഡ് ചെയ്യണം. admissions.nid.edu എന്ന വെബ്സൈറ്റ് മുഖേനയായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വെബ്സൈറ്റ് സന്ദർശിക്കാനും ബ്രോഷർ പരിശോധിക്കാനും മറക്കില്ലല്ലോ. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.